ഇതേത് വണ്ടിയാണോ അതൊന്നും ചോദിക്കാൻ വന്നു. ഇതിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും കൂട്ടുകാരെ വണ്ടിയാണ്. അല്ലടാ ഞാൻ ഒന്നങ്ങ് മേടിച്ച്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ വേണ്ടേ ഒരു ഇതൊക്കെ എന്താ പറയുക ഓട്ടോറിക്ഷയൊക്കെ ഞാനേ മേടിച്ച്. ഞാൻ തന്നെ ഓട്ടോ ഡ്രൈവറാണ്. ഈ കുറച്ച് ദിവസത്തിന് ഓട്ടോ 2 ദിവസമൊക്കെ ഓട്ടോ ഓടിയോക്കട്ടെ. ലാഭം ഉണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ പോവുക. അങ്ങനെ പോയി ഫസ്റ്റ് റൗണ്ടിന് പറ്റുമോ ഇച്ചിരി തൽക്കാലം ഇവിടേക്ക് ഞാൻ ആ ഓട്ടോ സ്റ്റാൻഡ് വരെ പോയോക്കട്ടെ. പുതിയ ഓട്ടോ സ്റ്റാൻഡ് വന്നിട്ട് അങ്ങോട്ട് പോയോക്കാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ കളിച്ചു നടന്നോ? ഓക്കെ ഫ്രാങ്ക്ലി ബൈ. ഇതിനാണ് ഇന്ന അടിക്കുന്നത്. ഇന്ന കൊണ്ടുപോകില്ലല്ലോ ഫ്രാങ്ക്ലി ബൈ. ഇന്ന പൊടി എനിക്ക് 2 അടി. ആ ഫ്രാങ്ക്ലി ബൈ ഇന്നെ കൊണ്ടുപോകും ഫ്രാങ്ക്ലി ബൈ. ഇതൊന്ന് പോയി എന്നാ വേഗം വീടാ, അല്ലെങ്കിൽ ആ ഷിൻജാനൊക്കെ പിന്നാലെ വരും. ഫ്രാങ്ക്ലി ബൈ ഇന്നെ കൊണ്ടുപോയി വേഗം പോവാൻ നോക്കണേ. കളിക്കാൻ പോകും ഫ്രാങ്ക്ലി ബൈ. വണ്ടി പറയാതെ നോക്കിക്കോ. അയ്യോ ഒരു കരുതാക്ക് വളച്ച്. എന്തായാലും ന്യൂ സിറ്റി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സിറ്റിക്ക് സ്കൂളിലേക്കൊന്ന് അടുത്ത വട്ടം ചേർക്കണ്ട. ഇവിടെ അവിടെ ചേർത്താൽ മതി. ലോറി പോലൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കുന്നു തോന്നുന്നു. ഇതാ 3 ആൾക്കാർ ഉറപ്പാടക്കണ അവിടെ കൂട്ടുകാരടക്കണം. വേഗം നീ കൂടെ അങ്ങോട്ട് വീടാം. ഇതെന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കണല്ലേ ഏറ്റവും നല്ലത്. എന്തായാലും ഞാൻ ഇവിടെ അത് കാണുന്ന ടൈസ് നമ്മളിത് ഓട്ടോ സ്റ്റാൻഡ്. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മളെ സിമിയോൻ്റെ ഡീലർഷിപ്പ് എത്തിയില്ലേ. നമ്മൾ കാണിച്ചു തരാം. കണ്ടേ നമ്മൾ കുറേ വണ്ടികൾ കെടുപ്പുണ്ട്. പക്ഷേ അടിപൊളി വണ്ടികളൊന്നും ഇപ്പോൾ ഇല്ല ടൈസ്. എന്തായാലും ഓട്ടോറിക്ഷ ഇട്ട് ചെന്നാലും കുഴപ്പമില്ല ടൈസ്. കളിയാക്കൊന്നുമില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ച ടൈസ്. അടിപൊളി വണ്ടികളൊക്കെ എടുക്കുന്നത്. പക്ഷേ റയർ വണ്ടികളൊന്നും എടുക്കില്ല കേട്ടോ. പുറത്തേതാ ഒരു ബൈക്കാണുള്ളൂ. അല്ല 2 ബൈക്കുണ്ടല്ല. ഒന്ന് അവിടേക്ക് എടുക്കുന്നുണ്ട്. ആകെ 2 ബൈക്കുള്ളൂ. ഒന്ന് സിമിയോൻ്റെ ബൈക്കാവും, ഒന്ന് ഇതിൽ കസ്റ്റമറിൻ്റെ ബൈക്കാവും കേട്ടോ. സ്പോണ ബൈക്ക് വല്ല ഇത് കിട്ടിയാലും മതിയായിരുന്നു. ഓട്ടോ സ്റ്റാൻഡ് നിങ്ങൾക്ക് ആദ്യം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓട്ടോ കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ കൈ കെട്ടുകയാണെങ്കിൽ കാലിയോട്ടല്ല സ്റ്റാൻഡിൽ നിന്നാണ് ഓട്ടോ കിട്ടുകയില്ല. ഇല്ല ഇല്ല കാലിയോട്ടാണെങ്കിലും എനിക്ക് ഓട്ടോ കൊടുക്കാമല്ലോ. എന്തായാലും ഇവിടെ എത്താറായി. അതാട്ടോ നമ്മൾ പുതിയ ഓട്ടോ സ്റ്റാൻഡ്. ഒരു അമ്പുണ്ട് ഇവിടെ. ചാടി കയറണം. ഓക്കെ ഇസ്കടാ ചെറുതായിട്ട് ഉള്ളിലൊക്കെ നിർത്താനുള്ള സ്ഥലം ഇവിടെ സൗകര്യപ്രദമായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കട ഉണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെല്ലാവരും പോയിക്കും. കാരണം ഓട്ടമല്ലോ. എന്തായാലും ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. ആ കാര്യം പറയും ഇത് റോഡ് സൈഡാണോ? അല്ല ഓട്ടോ ചേട്ടാ നിർത്ത് ഈ സൈഡിൽ കണ്ടോ നിൽക്ക് കയറണം. നോക്കി നോക്കി ചേട്ടാ വന്ന് കയറി. അത് വന്ന് കയറി ഇപ്പം കയറാവേ ചേട്ടാ. പിടിച്ചിരുന്നോട്ടോ ചേട്ടാ. നോക്കിയോ എങ്ങോട്ടാ പോണ്ടേ? അത് ഇപ്പോഴാണ് ചോദിക്കണേ. ഫസ്റ്റ് ആയാലേ ചോദിക്കണ്ടേ. സേഫ്റ്റി അല്ലേ മുഖ്യം. സാധാ ഓട്ടോ പുതിയ ആളാണോ ഓട്ടോയിൽ? എങ്ങോട്ടാ പറങ്ങളേ? കുറച്ച് സ്പീഡിലൊക്കെ വിട്ടോ. എങ്ങോട്ടാ പറയേ? റെയിൽവേ സ്റ്റേഷനിലേക്ക്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആദ്യം എങ്ങോട്ടാ പറയണമെന്ന്? നിങ്ങൾ തന്നെ പറയുന്നത്. വിട്ടോ ആദ്യം പറയാതെ. എന്തായാലും ചേട്ടാ കുറച്ച് സ്പീഡിൽ വിട്ടാലോ? ആരുടെ എത്ര നേരം പറഞ്ഞിരുന്നു. അതാ വേഗം വിടാം. പേടിയില്ലല്ലോ എന്നാണ് ചോദിച്ചത്. ഓട്ടോക്ക് സ്പീഡൊക്കെ കുറവാണ്. 120 വരെ പോകുള്ളൂ. എല്ലാവർക്കും അറിയാം. നീ പഠിപ്പിച്ചതൊന്നും വേണ്ട. ചേട്ടനുണ്ട്. ചേട്ടൻ ഇത്തിരി പശക് ചേട്ടനാട്ടോ. നമ്മൾ സാധാ ആൾക്കാരെ പോലെ അല്ല. ചേട്ടൻ ഇത്തിരി കുത്തിനെ സംസാരിക്കുന്നത്. കുഴപ്പമില്ല. ഞങ്ങളെ വേഗം കൊണ്ടേ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയാൽ മതി. ഈ ഷോർട്ട് കട്ട് പിടിക്കടാ. നീ വേണ്ട ചേട്ടാ ഇഷ്ടപ്പെടില്ല. ഷോർട്ട് കട്ട് പിടിക്കടാ. ഇവിടെ തീരാ ഷോർട്ട് കട്ട് പിടിക്കണോ ഞങ്ങൾ? അല്ല ഇങ്ങനെയൊക്കെ ഓടിച്ചാലോ? ഓടിച്ചോട് കെട്ടിക്കെന്തോന്ന്. നിങ്ങൾക്കൊന്നും തോന്നുന്നു. അവിടെ എവിടെയെങ്കിലൊക്കെ അല്ലേ ഇറക്കി തരണ്ട്. അവിടെ കൊണ്ടേ ഇറക്കി തരാം. എന്നാൽ വേറെ ഇറക്കി തട്ടോ. ആണോ സ്ഥലത്തട്ടെ എന്നിട്ടല്ലേ ഇറക്കുക. നിങ്ങളിപ്പോൾ ആകെ 100 പോണത്, 120 പോണത്. എന്നാൽ ഇന്ന മറ്റേ സൈഡിലോട്ട് ഇറക്കിക്കോ. എന്തിനാണ് ഈ സൈഡിൽ ഇറക്കിയാൽ പോലെ ചേട്ടാ? അതുകൊണ്ട് എൻ്റെ മറ്റേ സൈഡിൽ ഇറക്കിയാൽ മതി. ഇറങ്ങി അവിടെ റൈറ്റ്. പൈസ തന്നിട്ട് ഇറങ്ങി. ഇതൊക്കെ പോലെ എന്ത് ചേച്ചി? ഓട്ടോ സൈഡ് ആക്കുക. എന്തിനാ? എനിക്ക് ഓട്ടോ തിന്നാൻ. ഓട്ടോയിൽ കയറാനാണോ? എന്നിട്ടാ എനിക്ക് പുതിയ ഹോട്ടലില്ലേ അങ്ങോട്ട്. എന്നാ വന്ന് കയറിക്കോ. എന്തായാലും ചേച്ചിനെ കൂടി ആരുടെ കയറ്റട്ടോ.
ആ ചേച്ചി കയറി കേസ് നമുക്ക് ഇനി നേരെ നേരെ വിടാം പുതിയ ഹോട്ടലിലേക്ക്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കണ പോലെയൊക്കെ തോന്നുന്നു. വലിയ രസമൊന്നുമില്ല. ചേച്ചി എന്നെ പറപ്പിച്ച് വിടട്ടെ ഞാൻ. മോനെ ഈ വണ്ടി ജമ്പ് അടിക്കുമോ? പിന്നെ അല്ല നമ്മൾ പണ്ടത്തെ റൈഡറല്ല, ഇതൊക്കെ ജമ്പ് അടിക്കും. സുഖമായിട്ട് ജമ്പ് അടിപ്പിച്ചാലേ ഞാൻ. കരടിച്ചിടണ്ട നീ, പിന്നെ അതും കേസ്. കേസാക്കണ്ടല്ലോ. അയ്യോ മോനെ ഇതൊക്കെ ഡ്രിഫ്റ്റ് അടിക്കുന്നു. ഞാൻ ഇപ്പോൾ വീടേലെ ഞാൻ തെറ്റത്ത് പിടിച്ചിരുന്നോണ്ട് രക്ഷപ്പെട്ടു. നടുക്കൊക്കെ ഇരിക്കാം. നേരത്തെ നടുക്കിരുന്നിട്ടാണ് ഞങ്ങൾ വീഴാൻ പോയില്ല ചേച്ചി. മോനെ മുണ്ടാന്ന് ജമ്പ് അടിച്ചാൽ മതി. എന്നൊക്കെ. അയ്യോ മോനെ ഇത് സാധാ കാറല്ല, ഇതിനാണ്. അയ്യോ മോനെ വെള്ളമടിക്ക്, ഇത് വണ്ടി ശരിയാണ് തന്നെ ചേച്ചി ആദ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജമ്പ് അടിപ്പിക്കാൻ. എന്തായാലും പുതിയ ഹോട്ടലെത്താറായി. മോനെ ആ റാമ്പും കൂടി ചാടിപ്പിച്ചോ. എനിക്ക് ഈ അഡ്വഞ്ചറൊക്കെ നല്ല ഇഷ്ടമാണ്. അതെ നേരത്തെ കണ്ടു ചേട്ടൻ ചാടിപ്പോ. എന്ത് കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിങ്ങളാരാ ഇവിടുത്തെ ബോസോ? അല്ല എന്തേ ഞങ്ങൾക്ക് പൈസ തന്നിട്ടാട്ടോ വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾക്ക് പൈസ തന്നോണ്ടല്ലേ ഞാൻ ഗലെങ്കിലും കൊറ്റില്ല. നിങ്ങളെന്നെ വല്ല പറഞ്ഞു. ആ ബൈക്കിന് വെട്ടിക്ക്. ഏത് ബൈക്ക്? വെട്ടിച്ച് കഴിഞ്ഞു. ഈ ബൈക്കിന് കൂടി വെട്ടിക്കടാ. ഓക്കെ. ചേച്ചി കുട്ടികളെ പോലെ കേട്ടോ ചേച്ചി. എന്തായാലും ഇവിടെ കൂടെ എവിടെയെങ്കിലും കൊണ്ടു ഇറക്കി കൊടുക്കുക. ചേച്ചി ഇറങ്ങിക്കോ. ഈ ചേച്ചി ഇറങ്ങി. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ആ കാർ ഡീലർഷിപ്പ് അങ്ങനെ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടാവില്ലേ, ചലഞ്ച് ഗെയിം, അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഷെയർ കൂടെ ചെയ്തേക്ക്. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ അപ്പോൾ ഓക്കെ.